ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, തെറ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈപ്പക ജ്യൂസ് അടിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ബർത്തോ മാസം ഡേറ്റ് ഒക്കെ എഴുതണം. വർഷം എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് 84 85 അല്ല അല്ല ആധാർ കാർഡിൽ 85 ആണല്ലോ. ഇല്ല, 1984 ഓഗസ്റ്റ് 12. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മനപ്പൊരുത്തം നോക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. അവിടെ എനിക്കറിയില്ല, അതിനുള്ള ക്വസ്റ്റ്യനൊക്കെ ഇയാളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തൊക്കെയാവുമെന്നുള്ള അറിയില്ല. ഏതായാലും പരിപാടിയിൽ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിച്ചാൽ അവർക്ക് കൈപ്പുങ്ങ ജ്യൂസാണ് പണിഷ്മെന്റ്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാല് നല്ല കൈപ്പക ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂട്ടി അടിച്ചിട്ടുണ്ട്. കാക്കൂന് കുറച്ച് കട്ടി കടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ സംഭവം എന്താ വെച്ചാല് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന ആള് മോനാണ് കേട്ടോ. ഓന് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വായിക്കും. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ആൻസർ ചെയ്തു. അപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ, തുടങ്ങല്ലേ? ഫേവറേറ്റ് ഫുഡ് എഴുതിയോ? എന്താ എഴുതിയത്? എന്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാല് ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളെ ഫേവറേറ്റ് ഫുഡ് എന്താ? ബീഫ്. കറക്റ്റ് ആണ് കേട്ടോ, എഴുതിയത് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ എവിടെ പോയാലും ബീഫിന്റെ ആളാണ് കേട്ടോ. ബീഫ് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ബീഫാണ് കഴിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ചിക്കൻ ബിരിയാണിന്റെ ആളാണ്. ചെമ്പട്ടിയൊന്നും കഴിക്കൂല കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അല്ലേ കാക്കൂന്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാല് ചുരിദാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താ? തുണി കുപ്പായം, തുണി ഷർട്ടും അല്ലേ? തുണി ഷർട്ട് കേട്ടോ, കറക്റ്റ് അല്ലേ? ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാളിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ്. അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ തന്നെ അല്ലേ? ഓക്കെ, അത് കറക്റ്റ് കേട്ടോ. അടുത്തത് ഇഷ്ടപ്പെട്ട വാഹനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഞാൻ ഇതാണല്ലേ. ഇഷ്ടപ്പെട്ട വാഹനം ഒരു വാഹനത്തിന്റെ ഇത് ഞാൻ അതിന്റെ മോഡൽ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇന്നോവ. വേറെ ഏത് വണ്ടി കണ്ടാലും എനിക്ക് ഇന്നോവ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൈമക്കി കണ്ടോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഇന്നോവ. ഞാൻ എഴുതിയത് ഇവിടെ കാറ് എന്നാണ്. എന്താണ്? ആണോ? അപ്പൊ കാറല്ലേ? ഓക്കെ. പക്ഷെ എനിക്ക് ഇതൊന്നും എഴുതാൻ അറിയില്ല. നിങ്ങൾ അങ്ങനെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിവിടെ കാർ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. ഫേവറേറ്റ് കളർ ഞാൻ എഴുതിയത് ഓക്ക് ഇഷ്ടമുള്ള കറുപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എന്താ? ഞാൻ എഴുതി. ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും കളർ, ലൈറ്റ് കളർ എന്തെങ്കിലും പറയും വിചാരിച്ചു. ഓക്കെ, ശരി. അടുത്തത് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കാം. എനിക്കാട്ടോ പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് ഞാൻ സോൾവ് ആക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയാ, എനിക്ക് തന്നെയാണ്. ഓക്കെ, കറക്റ്റ്. അടുത്തത്
ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തോ ഉമ്മാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കളി ഡേറ്റ് ഓഫ് ബർത്ത് പറയല്ലേ അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ എഴുതിയോ? അത് കിട്ടാൻ പാടില്ല, അത് കിട്ടൂല നിങ്ങൾക്ക്. മാസം ഡേറ്റ് ഒക്കെ എഴുതണം. വർഷം എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് അറിയാം. ഏത് എഴുതി കുടിച്ച നമുക്ക് കുടിച്ച ഇപ്പൊക്കെ ദിവസത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾ തന്നെ. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? ഞാൻ എഴുതിയിരിക്കണം 1984 ഓഗസ്റ്റ്. 84 85 അല്ല അല്ല ആധാർ കാർഡിൽ 85 ആണല്ലോ. ഇല്ല, 1984 ഓഗസ്റ്റ് 12. ഞാൻ 13 എഴുതിയത്. കുടിച്ചത് ഞാൻ 1991 3-ാം മാസം. പിന്നെ ഡേറ്റ് അറിയില്ലെങ്കിൽ കുടിച്ചോളി കുടിച്ചോളി കുടിച്ചോളി. 1991 കൊല്ലം 5-ാം മാസാണ്. പകുതി ശരിയായില്ലേ? 5-ാം മാസം 13-ാം തീയതിയാണ്, മെയിലാണ്. ഞാൻ ഓഗസ്റ്റ് എഴുതി 85 ഞാൻ എഴുതിയത്. 85 പക്ഷെ 12 ഞാൻ 13 അങ്ങനെയൊന്നുമില്ല, ഫുള്ള് തെറ്റാ. ഫോണിൽ എപ്പോഴും കാണുന്നത് എന്ത്? ഞാൻ കാണുന്നത് എന്താ കാണുന്നത് എന്താ ഞാൻ ഇരിക്കോളാം. ഞാൻ എപ്പോഴും ബസ് കാണില്ല കേട്ടോ. കാണുന്നുണ്ട്, ഓരോ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, പക്ഷെ എപ്പോഴൊന്നും കാണില്ല. ഞങ്ങള് കാണുന്ന വാർത്താന്ന് എഴുതിക്കണേ കറക്റ്റ് അല്ലേ? പക്ഷെ നിങ്ങൾ എഴുതിയത് തെറ്റാണ്. ബസ് മാത്രം ഞങ്ങള് ഞാൻ ഒരുപാട് വ്ളോഗ്സ് ഞാനെന്തോ കൂടുതൽ ബസ്സിനെ എപ്പോഴും കാണും അല്ലല്ലോ. ബഷീർ അല്ലല്ല, എപ്പോഴും ഞാൻ ഒരുപാട് വ്ളോഗ് കാണലുണ്ട്. അത് നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ പറയും. ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഓരോ വ്ളോഗ് ഞാൻ കാണലുണ്ട്, ബഷീറിന്റെ വ്ളോഗ് ഞാൻ കാണലുണ്ട് കേട്ടോ. സുഹാന, പിന്നെ നമ്മളെ എന്താ പറയാ മഷൂറാനൊക്കെ വ്ളോഗൊക്കെ കാണലുണ്ട്. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. പിന്നെയും കാണലൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ചാനൽസ് ഒക്കെ ഞാൻ കാണലുണ്ട്. അപ്പൊ ശരി, പാവല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വാർത്തല്ലാതെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എപ്പോഴും പറയാനുണ്ട് കേട്ടോ. ഇനിയിപ്പോ നിന്നെ കൈപ്പ കൊടുപ്പിച്ചാൽ വേണ്ടിയിട്ടൊന്നും അറിയില്ല. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ മക്ക എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒരുപാട് ഇഷ്ടമാണ്, അങ്ങോട്ട് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കറക്റ്റ്, ഞങ്ങളിപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് ഇനിയും കാണാൻ ആഗ്രഹമുണ്ട്. ചെയ്യട്ടെ. അപ്പൊ അടുത്ത്, നാളെ കുറച്ച് കാശ് കിട്ടിയാൽ എന്ത് ചെയ്യും? ക്യാഷ് കിട്ടിയാൽ എന്ത് ചെയ്യും? എന്നാ ചെയ്യാ നിങ്ങള്? ഇപ്പൊ ഞാൻ എഴുതാം. ഒരു 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്നൊരു അവസരത്തിൽ ഒരു 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എഴുതട്ടോ. നിങ്ങൾ എന്താ ചെയ്യാ? ഞാൻ വീട് ഓക്കെ, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എഴുതിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്താ എഴുതിയത്? വീട് തന്നെ എഴുതി. എന്താണ് എഴുതിക്കണേ? ഇംഗ്ലീഷോ തമിഴോ മലയാളം എന്താണ്?
ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക വീട് പണി. അടുത്തത് ഓക്കെ കറക്റ്റ് ആണ്. നിങ്ങൾക്കും വീട് പണിയും തന്നെ. ആ കറക്റ്റ് വീട് തന്നെ ഞാൻ എഴുതിക്കണം. അടുത്തത് രണ്ടാളുടെയും ഹോബീസോ ഓക്കെ ഞാൻ എഴുതാം. ഞാൻ എഴുതി എന്താ എഴുതണേ? ഞാൻ രണ്ടെണ്ണം എഴുതിക്കണം. രണ്ടെണ്ണോ? എന്നൊക്കെ നിങ്ങളെ ഹോബി എന്താന്നുള്ളത് നിങ്ങൾ പറയും. ആ ഞാൻ പറയാട്ടോ. നിങ്ങളെ ഹോബി ഞാൻ പറയാം. ചായ കുടിക്കുക, സിസർ വിളിക്കുക. ഒഴിവുണ്ടാവുമ്പോൾ കാക്കൊരു ഹോബി അതാട്ടോ. അടുത്തത് ഇഞ്ചത് പാട്ട് പാടുക, ഫോൺ കളിക്കുക. പാട്ട് പാടുക. നിങ്ങൾ എന്തെങ്കിലും എഴുതിയേ? ഞാൻ അതൊക്കെ തന്നെ. അല്ല എന്റെ ഹോബി എന്ന് പറയാൻ പറ്റൂല. പാട്ട് പാടും ഞാൻ. പിന്നെ കടന്നു. ഓക്കെ കറക്റ്റ് തന്നെയാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ച് ഹോബിയൊന്നും ഇല്ല സത്യത്തില്. പാട്ട് തന്നെ മെയിനായിട്ട്. ഓക്കെ കറക്റ്റ്. അടുത്ത് ബോഡി വെയിറ്റ് കാക്കുൻ്റെ ബോഡി വെയിറ്റ് ചെയ്താ ഇതറിയോ? എന്നൊക്കെ തൂക്കിയപ്പോ ബോഡി വെയിറ്റ് ഓർമ്മ എഴുതിയോ? ഇതെത്ര താമസം? എത്ര എഴുതി? 80 ഞാൻ കേട്ടോ. തെറ്റാണ് 80 ഇല്ല. അപ്പൊ അടുത്ത് തൂക്കിയപ്പോ ഞാൻ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഞാൻ എഴുതിക്കണത് നിങ്ങൾ എത്രയാണ്? 56. അതില്ല അവിടെ 80. ആ നിങ്ങളത് എത്ര? 55. ആ കിട്ടല്ല. നിങ്ങൾ 55 53. എന്താ കുഞ്ഞാ ഞാനിത് കുടിച്ചാ വേണ്ടിട്ട് വെറുതെ പറയാ. 55 അല്ലേ വാക്കുങ്ങളത്? ആണ് 55. പറ്റില്ല കേട്ടോ. ഞാൻ കുടിച്ചില്ല. 55 നിങ്ങളത്. പഠിത്തം കഴിഞ്ഞോട് പറഞ്ഞല്ലോ. എപ്പോ? വെറുതെ താളം കട്ടില്ലട്ടോ. കുടിച്ചണം. ഞാൻ നോക്കിയില്ല. അടുത്തത് കൂടുതൽ ഇമോഷണൽ ആരാണ്? ഞാൻ. കറക്റ്റാണ്. അടുത്തത് ട്രാവൽ ചെയ്യാൻ ആർക്കാണ് ഇഷ്ടം? എനിക്ക് അത് കാക്കൂനട്ടോ. എന്താ പറയാ, എപ്പോഴും പോവാന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിലൊരു ദിവസം ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ പോലും അടങ്ങിയിരിക്കൂല. എപ്പോഴും ഫുള്ള് പോക്കാം. എനിക്ക് ചില പരിപാടിയെ വെറുക്കാം. നന്നായി ഭക്ഷണം കഴിക്കുന്നത് ആര്? അത് ഭക്ഷണം കഴിച്ച് നല്ല കഴിക്കുക. നമ്മള് കുറച്ച് കഴിക്കുള്ളൂ. അപ്പൊ ഞാൻ നല്ല കഴിക്കൂലേ? പിന്നെ പറയട്ടെ. ഞാൻ തന്നെ കേട്ടോ നല്ല ഭക്ഷണം കഴിക്കാം. പിന്നെ ആരാ ഭക്ഷണം കൂടുതലേക്ക്? അടുത്തത് പെട്ടെന്ന് അടി ഉണ്ടാക്കുന്നത് ആര്? ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്താ അടി ഉണ്ടാക്കുന്ന വിഷയം? എട്ടക്ക് കച്ചറ ഉണ്ടാക്കും, അടി ഉണ്ടാക്കും. അത് അടിയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. അടി ഉണ്ടാക്കൂല. പക്ഷെ അടിയൊന്നും ഉണ്ടാക്കൂല. അതായത് ദേഷ്യം ഉണ്ടാവും. അപ്പൊ ഒരു യുദ്ധകാരം. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് ശരിയാവും. 1 മണിക്കൂർ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിയാവും. അപ്പൊ ഞാൻ തന്നെയാണ് കേട്ടോ. ഞങ്ങളില് അടി ഉണ്ടാക്കുന്ന ആൾ ആരാണെന്ന് വെച്ചാല് ഞാൻ തന്നെയാണ്. ഓക്കെ അടുത്തത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ആര്? ഞങ്ങളിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാക്കോ കുക്ക് ചെയ്യാൻ? അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രസമല്ല ഒന്നും പറയണില്ല. കാക്കുവനെ കേട്ടോ ഞങ്ങളിൽ കുക്ക് ചെയ്യുന്ന ആള്. അപ്പോൾ കുക്ക് ചെയ്യുന്ന ആള് കാക്കുവനെ കേട്ടോ. അപ്പൊ ഞങ്ങളെ കുക്കിംഗ് ചാനലിൽ അധികം കാക്കുവിൻ്റെ കുക്കിംഗ് തന്നെയാണ്. ഞാൻ സാധാ ഫുഡാണ് ഉണ്ടാക്കല്. ചോറ് കറിയൊക്കെ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. സാധാ നമ്മളെ വീട്ടിലുള്ള കറികളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും.
പക്ഷെ എനിക്ക് വെറൈറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ? ബിരിയാണി നെയ്ച്ചോറൊക്കെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഫുഡൊക്കെ അടിപൊളിയാണ്. ഐറ്റംസുകള് വെറൈറ്റി ഐറ്റംസ് എനിക്ക് അറിയില്ല. പുറത്തൊക്കെ പോയാണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് രസമില്ലല്ലോ. അടിപൊളിയാണ്. കൂടുതൽ കൂട്ടത്തിൽ പാവമാരാണ്. ഞാൻ എഴുതുന്നില്ല എന്താ വെച്ചാ അത് പറയാ. കൂട്ടത്തില് പാവം ആരാ ചോദിച്ചാല് ഞാനാട്ടോ പാവം. അല്ലട്ടോ എന്റെ കാക്കാണ് പാവം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാ. ഞാൻ എന്താ വെച്ചാ ഒന്ന് എഴുതാ. അല്ല കാക്കുണ്ടോ പാവം? ഞാൻ ഭയങ്കര സാധനം. തിരിച്ചറിവ് എപ്പോഴും ഉണ്ട്. പാവാണ് കാക്കു. ഞാനാണ് കുറച്ചൊരു ഇതായിട്ടുള്ളത്. ഞാനാണ് കാക്കു എപ്പോഴും പാവായിട്ട്. എന്നാ കാര്യത്തിനൊക്കെ അടിപൊളി കേട്ടോ. പക്ഷെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇതാവില്ല. ഞാൻ പിന്നെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് ആരാ? ഞാൻ തന്നെയാണ് കേട്ടോ പാട്ടിനെ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ഡൗട്ടൊന്നുമില്ല, ഞാൻ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പാട്ടിന് ഇഷ്ടമാണ്. കുറച്ചൊക്കെ പാട്ടും പാടും. അധികം വലിയ രീതിയിലൊന്നും പാട്ടിടാനൊന്നും അറിയില്ല, പക്ഷെ കുറച്ചൊക്കെ പാട്ടിടും. നല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പാടും. നമ്മളെ ചാനലിലുണ്ട്, നമ്മൾ കണ്ടു നോക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്ത് ചോദ്യം ചോദിക്കുന്നവർക്ക് മാങ്ങ ജ്യൂസ് കേട്ടോ, നമുക്ക് കരിപ്പങ്ങ ജ്യൂസും. ആരാണ് റൊമാൻറ്റിക്? അതില്ലാത്ത സാധനമുണ്ട്. റൊമാൻറ്റിക് ആരാന്നുള്ള ചോദ്യത്തിന് ഉത്തരം ചെയ്താൽ പറ്റില്ല കേട്ടോ. പക്ഷെ എങ്കിലും ഞങ്ങളിൽ രണ്ടാളും അങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് കാക്കൂന്റെ പേരെ ഞാൻ എഴുതുള്ളൂ. ഞാൻ തീരല്ല. കാരണം എന്താ, വലിയ റൊമാൻസ് ഒന്നും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവില്ല അല്ലല്ലോ. ഞങ്ങളെപ്പോഴും എന്താ പറയാ, ഭയങ്കര കുട്ടികളിയൊക്കെ കേട്ടോ. എപ്പോ നോക്കിയാലും കുട്ടികളെയൊക്കെ മാറും. പിന്നെ ചട്ടികളിയൊക്കെ അപ്പൊ ഞാൻ അല്ല അധികം കുട്ടികളിയല്ലേ കുട്ടികളി തന്നെയാണ്. എല്ലാവർക്കും ചട്ടിയൊക്കെ എടുത്തിട്ട് സത്യാണ് എടുത്തിട്ട മനസ്സന്മാര് റൂമിൽ കൂടെ ചട്ടി കൊണ്ടുവരും. ഞാൻ വെറുതെ പറയാട്ടോ, അങ്ങനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ദേഷ്യമൊക്കെ വരാ ഒരു 2-3 മിനിറ്റ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ കരയിക്കാൻ, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്തത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആരാണ്? ഉറക്കത്തിൽ നിന്ന് ആദ്യം ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് ആരാണ്? ആദ്യം കാണിച്ചതൊക്കെ 100 രൂപ. ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്നത് ആരാണ്? ചോദ്യത്തിൽ തെറ്റിച്ചു. അങ്ങനെയൊന്നുമില്ല. കുടിച്ചാൽ കാത്തിരിക്കല് കാക്കുവാണ് കേട്ടോ. ഉറക്കത്തിന്ന് അതെങ്ങനെ പറയോ? ഉറക്കത്തിന്ന് അല്ല, സോറി അത് ഞാൻ അത് അറിയാതാക്കിയതാ. ഉറക്കത്തിന്ന് ആദ്യം എഴുന്നേൽക്ക് കാക്കുവാണ് കേട്ടോ. അതെങ്ങനെ അറിയോ? രാവിലെ എണീക്ക് കാക്കുവാണെന്നല്ല കേട്ടോ. രാവിലെ ഞാൻ തന്നെയാണ് എണീക്കുക. ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ തന്നെയാണ് എണീക്കുക. പക്ഷെ 2:30-3 മണിക്കൊക്കെ എണീറ്റിട്ട് എന്ത് ചെയ്യും, കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുടിക്കും. എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണതാണ്. അതെന്താ വെച്ചാല് എന്താ പറയാ, അത് അങ്ങനെ ഒരു ശീലാണ്. ഒരു 2-3 മണിക്കൊക്കെ അങ്ങനെ എണീറ്റ്. പക്ഷെ എന്നെ വിളിക്കൊന്നുമില്ല കേട്ടോ. അതാ പിന്നെയുള്ള സമാധാനം. അതുകൊണ്ട് ചോദിച്ചാത്തേ അല്ല, ഞാൻ എണീറ്റല്ലേ. അപ്പൊ ഉറക്കത്തിന്ന് ആദ്യം എണീക്ക. പക്ഷെ രാവിലെ ഞാൻ തന്നെ കേട്ടോ എണീക്കല് അല്ലേ. അടുത്തത് ഇത് പറഞ്ഞാണല്ലോ, ഫുള്ള് കളക്കളി. എപ്പോഴും പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നതല്ലേ ട്രാവൽ ചെയ്യാൻ. ഓക്കെ, എന്നാ വേണ്ട. ക്ഷമ ആർക്കാണ് കൂടുതൽ? ആർക്കാണ് ക്ഷമ കൂടുതൽ? ക്ഷമ ആർക്കാണ് കൂടുതൽ എന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്
എഴുതിയിരിക്കുന്നത്. ഞാനും കാപ്പു നാട്ടോ എഴുതിക്കണേ. ഞങ്ങളിൽ ക്ഷമ എന്നുള്ള വേർഡ് അതിന്റെ ബാക്കിൽ ഇപ്പാന്റെ പേര് എഴുതിച്ചിട്ടുണ്ടാവും. അത്രക്ക് ക്ഷമ. ഏറ്റവും ക്ഷമയുള്ള ആളെന്ന് പറഞ്ഞ ക്ഷമ പറയുന്ന ആളെന്റെ മോളാണ് കേട്ടോ. ക്ഷമ ഏറ്റവും കൂടുതലുള്ളത് ഇപ്പാക്കാണെന്നാ പറയണത്. കറക്റ്റാണ് കേട്ടോ. എനിക്ക് തീരെ ക്ഷമല്ല. കാക്കു ക്ഷമ കൊണ്ട് പഠിച്ചൊരു മനുഷ്യനാണ്. ഭയങ്കര ക്ഷമയാണ് കാക്കുന്. അപ്പൊ അൽഹംദുലില്ലാ അത് ഭയങ്കര ഒരു ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയാ മീൻ പഠിച്ചവൻ കൊടുത്തൊരു ഇതാണല്ലേ, അനുഗ്രഹം അല്ലേ. അപ്പൊ പക്ഷെങ്കിലും കാക്കുവിന്റെ കൂടെ കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്കും ക്ഷമ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇല്ലേ, മാറ്റം വന്നിട്ടില്ലേ, ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ. സത്യാണോ? കുറച്ചും കൂടി തടി കൂടി നോക്കാൻ കാക്കും. അല്ല അത് ശരിയാണ്, തടി കുറച്ച് കൂടിയിട്ടുണ്ട്. തടി കൂടിയിട്ട് കുറച്ച് ക്ഷമയും കൂടിയില്ലേ. അതെ പാവല്ലേ. അപ്പൊ അടുത്ത ചോദ്യം എന്താ? കൂട്ടത്തിൽ കോമഡി ആരാണ്? കൂട്ടത്തില് കോമഡി ഞാനാണ് കേട്ടോ. ഞാൻ എഴുതിക്കണേ. നിങ്ങൾ എഴുതിക്കണേ. എന്താണ് എഴുതിക്കണേ? ആരാണ് എഴുതിക്കണേ? കക്കോ പൗള് ചെയ്യണ്ട. നിങ്ങൾ ഏത് ഭാഷയിലാണ് എഴുതുന്നത് മനസ്സിലാവില്ല. ഏതാ ഭാഷ? സത്യത്തിൽ കോമഡി ആരാണെന്ന് ഓല് പറയട്ടെ, കുട്ടികൾ പറയട്ടെ ആരാണ്. നിങ്ങൾ പറയാ ആരാ കോമഡി? ഇങ്ങനെയാണോ? നിങ്ങൾ ആദ്യം കോമഡിയാനാ? അപ്പൊ കോമഡി നേരിയെങ്കിൽ ഞാനത് നോക്കി, അതാണ് പ്രശ്നമായത്. അപ്പൊ ഞങ്ങളില് ഏറ്റവും കൂടുതൽ കോമഡി അറിയണത് ഞാൻ തന്നെ ഉണ്ടെന്നാ പറയണോ. എനിക്കും തോന്നിക്കണത് ഞാൻ ഓരോ പൊട്ടത്തിലൊക്കെ പറയും, അതൊക്കെ കണ്ടുകൊണ്ട് ഓലൊക്കെ ചിരിച്ചനാണ് എപ്പോഴും. അപ്പൊ ഞാൻ അല്ലട്ടോ ഓരോക്കെ ചിരിക്കലുണ്ട്. ഞാൻ പറയണ കോമഡി ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിക്കുമ്പോ കാക്കൊക്കെ ചിരിച്ചു. അടുത്ത ചോദ്യം. സീരിയസ് ഞാൻ എഴുതിക്കോളി. ആരാണ് എഴുതി? സീരിയസോ? സീരിയസ് എന്ന് ഉദ്ദേശിച്ച എന്താ? എല്ലാ കാര്യങ്ങളിലും ഒരു സീരിയസ് ഉണ്ടാവും. അതായിരിക്കാം എനിക്ക്. അപ്പൊ സീരിയസ് എന്ന് ഉദ്ദേശിച്ച അതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. എനിക്ക് തീരെ സീരിയസ് ഇല്ല. കാക്ക എപ്പോഴും ചീത്ത പറയുന്ന കാര്യമാണ്. എന്താ വെച്ചാല് എന്തൊരു സീരിയസ് ആയ കാര്യം പറഞ്ഞാലും ഞാനത് വലിയൊരു സീരിയസ് ആക്കി എടുക്കൂല കേട്ടോ. കോമഡി അല്ല, നമ്മള് ഗൗരവത്തിലൊരു സാധനം കൊണ്ടുവന്ന് കത്തി കൊടുത്താലും അത് ആളെ എവിടെ വാങ്ങിച്ചാ അത് കുറച്ചേരം ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ട് നേരെ വാങ്ങി കൊടുത്തോട്ട് തന്നെ അതിന്റെ അപ്പുറത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. അല്ല, എന്റെ ബോധ മനസ്സിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ഞാനത് സേഫ് ആയിട്ട് എടുത്തു വെക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ അങ്ങനെ വെക്കലും ഉണ്ട്. പക്ഷെ കാക്കു ചില സമയത്തൊക്കെ കൊണ്ടുവന്ന് എടുത്താലും അത് അങ്ങനെ നമ്മളായിരുന്നു തന്നെ അവിടെ വെച്ചുകൊണ്ട് പിന്നെ ഞാൻ എടുത്തതിലില്ല. അപ്പൊ സീരിയസ് എന്താ നിങ്ങൾ കുടിച്ചോ? ഇപ്പൊ ജ്യൂസ് കുടിച്ചിട്ടില്ല? തീരായിട്ടില്ല. ഞാനാണ് കൂടുതൽ ഉത്തരം പറയാം. അടുത്തത് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആരാണ്? ഉച്ചത്തിൽ സംസാരിക്കുന്നത് ആരാ? ഞാൻ തന്നെ കേട്ടോ. കാക്കുന് തീരെ സൗണ്ട് ഇല്ല. ചീത്ത പറയുകയാണെങ്കിൽ പോലും സൗണ്ട് വരൂല. അത് കണ്ടിട്ട് ചിലപ്പോൾ എനിക്ക് ചെറിയ വരും. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചീത്ത പറയാൻ കേട്ടോ. അപ്പൊ കാണാൻ സൗണ്ട് തന്നെ ഉണ്ടാവില്ല. എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ചീത്തയാണെന്ന്. സൗണ്ട് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരാളോട് നോർമലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയിൽ സംസാരിക്കും. അപ്പൊ കാക്കുഞ്ഞോട് ഇവിടെ കേട്ടാ മതി, അവിടെ കേൾക്കണ്ട അറിഞ്ഞോട് അല്ലേ പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ലല്ലോ. കാക്കുന് ഇഷ്ടമല്ല കേട്ടോ ഒച്ചയിൽ സംസാരിക്കണം. അത് ആർക്കും ഇഷ്ടപ്പെടൂല. അടുത്ത് ക്യാഷ് ഉണ്ടായാലേ ക്യാഷ് ഉണ്ടായാല് നമ്മളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കുക? എഴുതിക്കോളിങ്ങൾ.
ഏത് കുഞ്ഞാ ചെലവ് അതായത് ചെലവഴിപ്പിക്കണതാ ചെലവാക്കണത് ആക്കണത് ഞാൻ തന്നെയല്ലേ ആക്കുക. അതിപ്പോ എനിക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലല്ലേ ഉണ്ടാവുക. ഞാൻ തന്നെയല്ലേ എന്റെ അടുത്ത് കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് കിട്ടുകയാണെങ്കിലും കൂടുതൽ പൈസ ചെലവാക്കാനാണ്. ചെലവിന്റെ കാര്യങ്ങൾ പറയാ. അത് 10 ലക്ഷം റുപ്യ ഉണ്ട്. അപ്പൊ 10 ലക്ഷം റുപ്യ അതിപ്പോ എന്റെ കയ്യിലല്ലേ ഉണ്ടാവുക. ചെലവാക്കണ ഞാൻ തന്നെയല്ലേ. ആവശ്യമില്ലാത്ത അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ക്യാഷ് കിട്ടുമ്പോ കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെലവാക്കുന്നത് ആരാന്നുള്ളതാണ് എഴുതുന്നത്. ഞാൻ നിങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളാണ് കൂടുതൽ പൊന്നു പറഞ്ഞ കൂടുതൽ പൈസ കയ്യിലുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചെലവാക്കുന്ന ആരാണ്? ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് പോകും. കാര്യണ്ട് നിങ്ങള് എന്തെങ്കിലും ഫൈനൽ തീരുമാനം ഞാൻ അത്രയും കുടിച്ചു. കുടിച്ചും നിങ്ങളാണ് കൂടുതൽ ആവശ്യമില്ലാത്ത നിങ്ങൾ എന്തൊക്കെ എഴുതി കൂട്ടണേ. ഇപ്പൊ പല ഒപ്പിട്ട് വെച്ചോളൂ. കൈപ്പങ്ങ കുടിച്ചിങ്ങാണ്ട് പയനിക്കുന്നത്. ഇപ്പൊ പല ഒപ്പിട്ട് വെച്ചോളൂ. ഇങ്ങനെ സാധനം. അടുത്തത് എഴുതു. പറയൂ. ക്വസ്റ്റ്യൻ പറയാം. കേട്ടോ കൂടുതൽ പൈസ തെറ്റിക്കഴിഞ്ഞാൽ ആരാണ് ആദ്യം മിണ്ടുന്നത്? തെറ്റിക്കഴിഞ്ഞാൽ ഞാനല്ലേ. അല്ലടി ഞാൻ തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം മുണ്ടുക. തെറ്റിക്കഴിഞ്ഞാൽ ആദ്യം മുണ്ടല് ഞാനല്ലേ. പരത്തേക്ക് പോക്ക് മുണ്ടാന് രണ്ടാളും ഒരേമാതിരിയാ. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് കാക്കു എഴുതിക്കൊണ്ടോ. രണ്ടാളും എന്തിനാ കുടിച്ചത്? കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയതല്ലേ? അല്ല ഇമ്മ പോതലായി കുടിച്ചതേ. എക്സ്പ്രഷൻ കണ്ടാ തോന്നുന്നു ഒരു ഗ്ലാസ് പറഞ്ഞിട്ടില്ലേ? അറിയണേ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചോദിച്ചാലൊന്നും ഇല്ല. 28 കഴിഞ്ഞു. 28 കഴിഞ്ഞു. അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ഏറ്റവും കൂടുതൽ കൈപ്പൊക്കെ കുടിച്ചത് നിങ്ങളാണ്. പക്ഷെ ഞാനല്ല, ജയിച്ചത് ഞാനാണ്. ഏറ്റവും കൂടുതൽ കൈപ്പം കുടിച്ചത് ഞാനാണ്. അതെങ്ങനെയാ അങ്ങനെ അവിടെ? മാങ്ങ ജ്യൂസ് കിട്ടി. അതെങ്ങനെയാ? പറ്റില്ലോട്ടോ. പിന്നെ എന്താ ഏറ്റവും കൂടുതൽ തെറ്റുത്തരം പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ കൈപ്പൊക്ക ജ്യൂസ് കുടിച്ചേണ്ടി വന്നത്. അപ്പൊ നിങ്ങളാണ് തോറ്റിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചലഞ്ചില് അല്ലെങ്കിൽ ഈ ഒരു മനപ്പൊരുത്തം റൗണ്ടില് ഞാനാണ് ജയിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ ഇന്നത്തെ മത്സരത്തില് വിജയായിട്ടുള്ളത് ഓളാണ്. 2 മത്സരത്തിൽ നമ്മൾ വിജയിച്ചില്ല. 3-ലും ഞാൻ വിജയിക്കുക എന്ന് പറയുമ്പോ ഓക്കൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ വിജയിച്ച തന്നെയാണ്. അങ്ങനൊന്നല്ല കേട്ടോ, ഓൾ തന്നെ ജയിച്ചിരുന്നേ. ഞാനാണ് തോറ്റെ. അടുത്തൊരു മത്സരത്തില് ഇൻഷാ അല്ലാഹ് ഞാൻ ജയിച്ചു. അപ്പൊ ഞങ്ങള് മനപ്പൊരുത്തം നോക്കൽ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാനാണ് കേട്ടോ. എനിക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാം. കാക്കുവിന് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് കാക്കുവാണ് ഇതിൽ തോറ്റ ആള്, ഞാനാണ് ജയിച്ച ആള്. അപ്പോൾ എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.